ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഇൻസെസ്റ്റസ് റിലേഷൻസ് അല്ലെങ്കിൽ കോൺസാങ്ഗ്യൂനിയസ് മാരേജ് എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? ഇസ്ലാമിക ലോകത്താണ്. പുള്ളിക്കാരൻ ഇൻസിസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് സ്വന്തം മാതാപിതാക്കളോ മക്കളോ അമ്മാവനോ അമ്മായിയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയും വിവാഹം കഴിക്കുന്നതിനൊക്കെ പറ്റിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പെണ്ണ് പിടിയാൻ പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ. ഏതായാലും ഞാനൊന്ന് കളിച്ചു നോക്കാം. ഒരു മുസ്ലിം രാജ്യത്ത് ഇത് നിയമപരവുമല്ല, ഒരു സമൂഹവും ഇത് അംഗീകരിക്കുന്നുമില്ല. ജെമിനിയോടൊക്കെ ചോദിച്ചു നോക്കാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ. എന്താടാ ഇത്? അതിൽ 50% നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്വന്തം അതിനാന്റെ സ്വന്തം നാട്ടിലായ അവിടുത്തെ പാകിസ്ഥാനിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. സമ്മതിക്കില്ല. എൻ്റെ ഒരു കൊളീഗ് പാകിസ്ഥാനിയാണ്. ഞാൻ ഓളോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ പാകിസ്ഥാനിലില്ല. ഒരു മുസ്ലിം രാജ്യത്ത് ഇത് നിയമപരവുമല്ല, ഒരു സമൂഹവും ഇത് അംഗീകരിക്കുന്നുമില്ല. ജെമിനി ഏറ്റവും കൂടുതൽ രക്തബന്ധ വിവാഹങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക ഇതാണ്: പാകിസ്ഥാൻ, കുവൈറ്റ്, ഖത്തർ, UAE, സുഡാൻ, അഫ്ഗാനിസ്ഥാൻ. പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഏത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സിന്ന വചനപ്രകാരം ഇത്തരം ബന്ധങ്ങൾ ഹറാമാണ്, ഏറ്റവും വലിയ പാപവുമാണ്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഉമ്മയെ വ്യഭിചരിക്കലാണോ ശിർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം? ഉത്തരം പറ. കേട്ടോ, ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ് എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. ഫോർ എക്സാമ്പിൾ, വളരെ അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണത്തിന് കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയും, മാതാവുമായി എന്ന് വിചാരിക്കും. ഏതാണ് ഏറ്റവും ഗൗരവമുള്ള തിന്മ? ശിർക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ലിംഗമതം എന്ന് വിളിക്കണം എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാം. ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ. അല്ല, എന്താ സംഗതി? സംഗതി ഞാൻ തുറന്നു പറയാം. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു. അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. അതെന്താ കാരണം? അതിന് കാരണം ശിർക്കാണ്. ശിർക്കാൻ. ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു പുറത്തു തരും, പക്ഷെ ശിർക്ക് ചെയ്താൽ പുറത്തു തരില്ല. അസല് പട്ട് തന്നെ. ഇനി മറ്റൊരു കാര്യം, സ്വന്തം മാതാവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട്. ഈ സൂക്കേടിന്റെ പേരാണ് ദലീലുനാലിൽ മശാക്കിലിൽ ഹാസിലത്തി ബൈന റാഇ വബിഹി ഫിൽ വാഖി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ തന്റെയും പിതാവിന്റെയും ഇടയിൽ ഒരുപാട് മുഷ്കിലാത്തുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകും എന്നും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുമെന്നും കാണാം. എന്താണോ എനിക്ക് അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിഞ്ഞൂടെ? സത്യം പറയാലോ കുട്ടിയെ. ഇൻസെസ്റ്റസ് റിലേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൺസാങ്ഗ്യൂനിറ്റി എന്നൊക്കെ പറയുന്ന സാധനം പടച്ചോൻ എന്താന്ന് സാധനം പിടിയിട്ടിട്ടില്ല. മാത്രമല്ല സ്വർഗത്തിലേക്ക് പോയാൽ പിന്നെ ചാകരയാണ്. അത് പിന്നെ നിങ്ങൾക്ക് അവിടെ നിർത്താത്ത കളിയാണ്. അത് പിന്നെ പറയാനുണ്ടോ? മറ്റൊരു സത്യം പറയട്ടെ, തന്റെ സഹോദരിയുമായി, ചെറിയ സഹോദരിയുമായി സിനയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ യുർമിസു ഇലൽ ലറദില്ലദീ സൗഫ യൽഹിഖു ബിഹി, തനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് അത് സൂചിപ്പിക്കുക. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മുതലാളി ഒരു ചെത്തിയാണ്. ഉസ്താദിന്റെ ഒരു പരിദേവനം നമുക്കൊന്ന് കേട്ട് കളയാം. ഓക്കെ. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? എന്താ സംഗതി? ആദം നബിയുടെ ഭാര്യ ഹവ്വ അലൈഹിസ്സലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. ഇപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന ഒന്നാമത്തെ പ്രസവത്തിലുണ്ടായ ആളെ ഈ 4ാമത്തെ പ്രസവത്തിലുള്ള മോള് എന്തായിരിക്കും വിളിക്കുക? ഇക്കാക്ക, വെല്ലിക്കാക്ക എന്നല്ലേ വിളിക്കുക? അപ്പോ ഈ 4ാമത്തെ പ്രസവത്തിലുള്ള മോള് വെല്ലിക്കാക്കാനെ പോയി കല്യാണം കഴിക്കുന്നു, 1ാമത്തെ പ്രസവത്തിലുണ്ടായ ഇക്കാക്കാനെ. ഇത് ഇൻസെസ്റ്റ് അല്ല എന്നാണ് നമ്മൾ ഉസ്താദ് പറയുന്നത്. ഇത് ഇൻസെസ്റ്റ് ആണോ അല്ലേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്കെന്നെ മനസ്സിലായടേ? അവസാനമായി ഞാൻ പറയുന്നു, വിശ്വാസികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ചോദ്യമായിട്ടെടുത്ത് ഇതിന്റെ താഴെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇൻസെസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ 1 എന്ന് രേഖപ്പെടുത്തുക, അല്ല എന്നുണ്ടെങ്കിൽ 2 എന്ന് രേഖപ്പെടുത്തുക. ഇനി അത് അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ 3 എന്ന് രേഖപ്പെടുത്തുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇവന്മാര് മാത്രമല്ല മദ്രസ പൊട്ടന്മാര്, സാക്ഷാൽ അള്ളാഹു പോലും ഒരു മദ്രസ പൊട്ടനാണെന്നല്ലേ ഇവിടെ നമ്മൾ തെളിഞ്ഞു കാണുന്നത്.
സത്യം പറഞ്ഞ സ്വന്തം പെങ്ങളെ മായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമോ? സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ? പരലോകത്ത് പൂർത്തീകരിക്കപ്പെടാൻ അടക്കി വെച്ച വിഹിതമായ ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് തന്നെയാണ് യുക്തി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. മാഷാ അല്ലാ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. ഇനി ഇവിടുത്തെ സ്വർഗത്തിലെ ഇൻസെസ്റ്റും കൂടി ഒന്ന് കേട്ടോളൂ. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ. പിതാവിന്റെ സഹോദരി അമ്മായി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം. അപ്പൊ നിയമം ഇവിടെ മാത്രമല്ല, നിങ്ങൾ സ്വർഗത്തിൽ ചെന്നാലും ചില നിയമം പാലിച്ചേ പറ്റുള്ളൂ. ഉസ്താദുമാർ ഇത് പഠിപ്പിക്കുമ്പോൾ അതിന് ആ ഹോളി കൗ എന്ന് പറയുന്ന പോലെ ഹോളി ക്യാമലിനെ അതിനെ കൊന്ന് ബിരിയാണി വെക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു രീതി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? വഴിയുണ്ടോ? അവന് ജയ് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം, നമ്മൾ തിരിക്കണം. സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിൽ എക്സ് മുസ്ലിം കൂട്ടായ്മ നേതാവ് ആരിഫ് ഹുസൈനെതിരെ പരാതി. പ്രഭാഷകനായ അബ്ദുള്ള ബാസിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിലാണ് നടപടി. വളരെ നന്ദിയുണ്ട് ഈ കക്കൂസ് പൊളിക്കാൻ തയ്യാറായതിൽ. കൈ നാറ്റം സഹിച്ചാണെങ്കിലും അതിന് ചെയ്യാൻ താങ്കൾ മുന്നോട്ട് വന്നതിൽ വലിയ സന്തോഷം. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആരിഫ് ഹുസൈൻ അമുസ്ലിം അല്ലാത്തടത്തോളം കാലം മുസ്ലിം വിമർശനം നിയമവിരുദ്ധമല്ല. അത് ആരിഫ് ഹുസൈന്റെ വിപണി മൂല്യം കൂട്ടുകയേ ഉള്ളൂ. ആരിഫ് ഹുസൈനെ അനക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇത് എന്ത് ചോദിച്ചോ അത് ഞാൻ നടത്തി തരും. വർത്താനം പറ, കാര്യം പറ. ഈ പറഞ്ഞ കോട്ടിങ്, ആ ഒരു കോട്ടിങ് 1ാം ക്ലാസ്സിലെ പാഠഭാഗം മുതൽ +2 വരെയാണ് മദ്രസ ഉണ്ടാവുക. ഇതിലേതെങ്കിലും ക്ലാസ്സുകളിലെ ഏതെങ്കിലും അധ്യായങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നീ പ്രൂവ് ചെയ്താൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഇതെന്ത് ചോദ്യം? പറഞ്ഞു കൊടുക്കണേ. മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോൾ ലൈഫ് ടൈം സെറ്റിൽമെന്റിന് ഇനി ഒരുങ്ങിക്കോളൂ റഹിമാനെ, മോനെ ചക്കരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞ മാതിരി മുങ്ങി മണ്ണെണ്ണ മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാര മുങ്ങി. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതും ഇതിനെ നമ്മൾ വിമർശിക്കുന്നതും. നമ്മൾ ചോദിക്കുന്നത് ഇതാണ്, എന്തിനാണ് നമ്മുടെ മദ്രസയിൽ ഇത് പഠിപ്പിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് നമ്മളിവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളതും എന്തിനു പഠിപ്പിക്കുന്നു എന്നുള്ളതും ചർച്ചയാക്കും. പിന്നെ എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നില്ല എന്നുള്ളത്. ഇത് ഇസ്ലാമിക രാജ്യം അല്ലാത്തതുകൊണ്ട്, ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഈ നിയമം ഇവിടെ നടപ്പിലാക്കിയാൽ നിങ്ങളുടെ പരിപ്പളകും. അതാണ് ഇവിടെ ഉണ്ടാവുക. സംഘികൾ, പച്ചയ്ക്ക് പറഞ്ഞ സംഘികളെ പേടിച്ച് നിങ്ങൾ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ആളുകളെ കൊന്നിട്ടുണ്ട്, അത് വേറെ കാര്യം കേട്ടോ. ഇപ്പോൾ ഫാറൂഖിനെ കൊന്നു, അങ്ങനെ പല ആളുകളെ ഇപ്പോൾ നമ്മൾ കൊല്ലുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളെ പല രീതിയിൽ ഇതിനകത്ത് പല വിഷയങ്ങൾ നമ്മൾ നേരിടുകയാണ്. മറ്റേ ഫാമിലി റിലേഷനുമായി ബന്ധപ്പെട്ട്, ജോലി സംബന്ധിച്ച്, അങ്ങനെ പല പല വിഷയങ്ങൾ നമ്മൾ നേരിടുകയാണ്. നിങ്ങൾക്ക് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മെഴുകാതെ ആ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇനി റഹിമാനെ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ കിടന്ന് ഒരു എന്താ പറയുക, ഒരു മദ്രസ പൊട്ടനാണ് താൻ എന്നുള്ളത് ഇനി വെറുതെ കൂടുതൽ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിൽ ഒരു സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ശരി, ഇനി അടുത്ത തൂവലിന് കാണാം.